ഇന്നത്തെ ചുരുക്കം നിറഞ്ഞ ലോകത്ത് ദുർവിനാശങ്ങളും ആഗ്രഹങ്ങളും എല്ലാ തലങ്ങളിൽ കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നതിനാൽ യഥാർത്ഥ ശാന്തി എങ്ങനെ കണ്ടെത്താം? ഈ പുരാതന രീതിയിൽ സഹതാപം കൊണ്ടുള്ള പഠനത്തിൽ മറുപടിയുണ്ട്: ധ്യാനം. ബുദ്ധൻ പഠിപ്പിച്ച ഈ ശക്തമായ ഉപകരണം നമുക്ക് ശാന്തി മാത്രം നൽകുന്നില്ല, മറിച്ച് ഞങ്ങളുടെ അക്ഷതസഹിതമായ ശക്തി തുറക്കുന്നു. ഇന്നത്തെ വ്യാകുലവും ആഗ്രഹങ്ങളുമുള്ള ലോകത്ത് പലരും സുഖം താൽക്കാലിക നിമിഷങ്ങളിൽ, വസ്തുക്കളിൽ അല്ലെങ്കിൽ ബാഹ്യ അംഗീകാരത്തിൽ തേടുന്നു. പക്ഷേ ബുദ്ധൻ നമ്മെ വേറെയൊരു പാഠമാണ് പഠിപ്പിച്ചത്. സത്യമായ സന്തോഷവും സമാധാനവും പുറത്തല്ല, ഉള്ളിലാണെന്ന് അദ്ദേഹം കാണിച്ചുതന്നു. ഈ അകത്തെ ലോകത്തെ തുറക്കാനുള്ള മാർഗം ധ്യാനത്തിലൂടെ മാത്രമാണ്. ധ്യാനം ബുദ്ധന്റെ വചനത്തിൽ ലോകത്തുനിന്ന് ഒളിവിൽ പോകുന്നതല്ല, മറിച്ച് അതിനെ നേരിടുന്ന ഒരു മാർഗമാണ്. മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ മാത്രമാണ് നാം സത്യത്തെ കേൾക്കുന്നത്. നിശബ്ദതയിൽ ഇരിക്കുമ്പോൾ ചിന്തകളുടെയും വികാരങ്ങളുടെയും വൈകകലങ്ങളുടെയും പടവുകൾക്കിടയിലെ ശാന്തത നാം കണ്ടെത്തുന്നു. പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നത് സമാധാനമല്ല, പ്രശ്നങ്ങളുണ്ടായിട്ടും ഉള്ളിലെ ശാന്തതയാണ് സമാധാനം. എന്നാൽ ഈ ശാന്തത എളുപ്പത്തിൽ കൈവരിക്കുന്നതല്ല. ധ്യാനം ഒരു കുറച്ചു സമയം മൂളിക്കിടക്കുന്നത് അല്ല, അത് ഒരു ശിക്ഷണമാണ്. ആശങ്കയില്ലാതെ ഒരാളുടെ മനസ്സിനെ നിരീക്ഷിക്കുന്ന ഒരു പ്രക്രിയ. ഒരു സൂക്ഷ്മ കലാകാരൻ തന്റെ ഉപകരണങ്ങളെ മെച്ചപ്പെടുത്തുന്നതുപോലെ നാം നമ്മുടെ ജാഗ്രതയെ മെച്ചപ്പെടുത്തണം. ചിന്തകളും വികാരങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിലും അവയാൽ ആശങ്കപ്പെടാതെ നിരീക്ഷിക്കാൻ നമ്മൾ മനസ്സിനെ ശിക്ഷണം ചെയ്യണം. ബുദ്ധൻ കുരങ്ങു മനസ്സ് എന്ന് പരാമർശിച്ചു. വിശ്രമമില്ലാത്ത, നിയന്ത്രിക്കാത്ത ഒരു മനസ്സ് ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് തുള്ളിത്തുള്ളി ചുറ്റും പോകുന്നത്. ഇത് തന്നെയാണ് നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്ന മനസ്സ് എന്നും പുതിയതിനെ തേടുന്ന മനസ്സ്. എന്നാൽ ധ്യാനത്തിലൂടെ നാം ഈ കുരങ്ങിനെ ശാന്തമാക്കുന്നു. നാം ശാന്തരാകുന്നു, ജാഗ്രതയോടെ കാണുന്നു. ഈ ജാഗ്രതയിൽ നാം ഒരു ഗൗരവമേറിയ സത്യം കണ്ടെത്തുന്നു: നാം നമ്മുടെ ചിന്തകളല്ല. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ജീവിതത്തിലെ അനിയന്ത്രിതമായ പ്രശ്നങ്ങളിൽ നിന്ന് ദൂരെയായി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. വികാരങ്ങളാൽ മൂടപ്പെടാതെ നിങ്ങൾ വ്യക്തമായി കാണുന്നു. ഇതാണ് ജ്ഞാനത്തിന്റെ അടിസ്ഥാനം. ധ്യാനവും പ്രാക്ടീസും നന്നായി ചെയ്തു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, സമാധാനം പ്രശ്നങ്ങൾ ഇല്ലാത്തതിൽ നിന്ന് അല്ല, എന്നാൽ അതിനെ നേരിടുന്നതിൽ നിന്നാണ്. നിശബ്ദതയിൽ നിങ്ങൾ നിങ്ങളുടെ അഹത്തെ വിട്ടുമാറുന്നു. നിങ്ങളെ നിർണയിക്കുന്ന ആ ശബ്ദം, നിങ്ങൾ എന്ത് നേടണം, നിങ്ങളാരാകണം, മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്നും പറഞ്ഞു പറയുന്ന ആ ശബ്ദം. ഈ എഗോ ഒരു ഭ്രാന്തമാണ്, കൂടാതെ അനന്തമായ ദുരിതമുണ്ടാക്കുന്നു. ബുദ്ധൻ പഠിപ്പിച്ചത് സകല ദുരിതങ്ങളുടെയും മൂലക്കാരൻ ആഗ്രഹങ്ങളാണെന്ന്. ധ്യാനത്തിലൂടെയാണ് ഈ ആഗ്രഹങ്ങൾ വിട്ടുമാറുന്നത്. എല്ലാം നിമിഷസത്തകളാണ്, നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും ജീവിതവും ഉൾപ്പെടെ. ഈ ബോധ്യം നമ്മെ മോചിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം, ഇത് എങ്ങനെ പ്രായോഗികമാണ്? ശാന്തതയിൽ ഇരിക്കുക ഒരു താൽപ്പര്യമുണ്ടോ? ഉത്തരം വളരെ ലളിതമാണ്. ധ്യാനം നമ്മെ സുതാര്യമാക്കുന്നു, ബുദ്ധിയോടെയുള്ള പ്രവർത്തനത്തിനും. ധ്യാനിച്ച വ്യക്തി ഒരു പാറ പോലെയാണ്. വെള്ളം ഒഴുകും, പക്ഷേ അവർ ആവേശത്തോടെ തള്ളിപ്പോകാതെ ഉറപ്പോടെ നിലകൊള്ളുന്നു. ബുദ്ധൻ ധ്യാനം ജീവിതത്തെ എളുപ്പമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല, പക്ഷേ അത് നമ്മെ ശക്തരാക്കുമെന്നും കരുണയുള്ളവരാക്കുമെന്നും ജാഗ്രതയോടെ നയിക്കുമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. നമുക്ക് ശാന്തതയിൽ നിന്ന് സമാധാനവും ആഴത്തിലുള്ള ആത്മശക്തിയും ലഭിക്കുന്നു. നിനക്ക് സമാധാനവും ശക്തിയും വേണമെങ്കിൽ ഉത്തരങ്ങൾ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ധ്യാനത്തിലൂടെ നിങ്ങൾ ആ ജീവിതത്തിൽ എത്താം. നിങ്ങളുടെ സത്യസ്വഭാവത്തെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ആത്മസംവേദനയുടെയും ശാന്തിയുടെയും യാത്ര തുടങ്ങി. ദിവസത്തിന് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ധ്യാനിക്കാൻ ആവശ്യമായുള്ളൂ. ബുദ്ധന്റെ ഉപദേശങ്ങൾ നിങ്ങളെ ശാന്തിയും സ്പഷ്ടതയുമായി ജീവിതത്തിലേക്ക് നയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും പങ്കുവയ്ക്കാനും മറക്കാതിരിക്കൂ. നമ്മുടെ സമൂഹത്തിൽ ചേരാൻ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ശാന്തിയുടെയും സത്യത്തിന്റെ വഴി